ഈ കൂട്ട ആത്മഹത്യയ്ക്ക് ഉത്തരവാദികൾ ആരൊക്കെ? ഈ സംഭവത്തിന്റെ ഉള്ളറകൾ തേടുകയാണ് മീഡിയ വിഷൻ വാർത്ത. മരണം കണ്ട് ആസ്വദിക്കാൻ വന്നതാ. കാണേ, ഏമാന്മാരോടും ചെന്ന് പറയേ എന്റെ പൊന്നു മക്കളെ, ചെന്ന് കാണിക്ക എന്റെ പൊന്നു മക്കളെ. ചെന്ന് കാണിക്ക എന്റെ പൊന്നു മക്കളെ. നമ്മളെ അനിയനും കുടുംബ കിടക്കുന്നു. ഓന്റെ കളയ മോന എന്തോ സൾഫാൻ ബാധിച്ചാ മരിച്ച്. ശ്വാസകോശ രോഗമെന്നാ ഡോക്ടർ പറഞ്ഞ്. മാസം തകയ അതെയാ പെട്ടെന്നെ തലയില് വെള്ളം നിറയുന്നത്. എന്റെ എന്നാ പേര് പറഞ്ഞ ഹൈഡ്രോസോപ്ലീസ്ന്നോ എന്തോ ആ പേര് പറഞ്ഞ. പെട്ടെന്ന് 28 ദിവസം കഴിഞ്ഞപ്പോ ആദ്യത്തെ ശസ്ത്രക്രിയ നടത്തി. 3 മാസം കഴിഞ്ഞപ്പോ പിന്നെയും 4 ലക്ഷത്തോളം ചെലവായി. വീടും സ്ഥലവും ബാങ്കില് പണിയും വെച്ചിട്ടാ ഓനെ ചികിത്സിച്ച്. എന്നിട്ടെന്താ ഓനെ കിട്ടിയോ? എല്ലാം പോയില്ലേ, എല്ലാം പോയില്ലേ. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചു. എൻഡോസൾഫാൻ ആ കുട്ടിയിലൂടെ ഞങ്ങൾ മാധ്യമങ്ങളിൽ പുറത്തു കൊണ്ടുവന്നു. ഒടുവിൽ സർക്കാർ ദുരിതബാധിതർക്കായി ഒരു പട്ടിക തയ്യാറാക്കി. പക്ഷേ അവന്റെ പേര് മാത്രം വന്നില്ല. അവൻ ജനിക്കുന്നതിന് മുമ്പേ പട്ടിക തയ്യാറാക്കി എന്നാണ് പറഞ്ഞു കേട്ടത്. പാറപ്പടി മേഖല എൻഡോസൾഫാൻ പിടിപെട്ട സ്ഥലമല്ലെന്ന് പറഞ്ഞ് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. പക്ഷേ ഇതിനൊക്കെ മുൻപ് ആ മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നു. പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. മരണം ഒന്നിനും പരിഹാരമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ലോകത്തോട് വിട പറയുന്നു. എൻ്റെ മോൻ പോയി. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. അടുത്ത മാസം എൻ്റെ മോളുടെ കല്യാണം. അത് നടക്കില്ലെന്ന് ചെറുക്കൻ്റെ ആൾക്കാർ തീർത്തു പറഞ്ഞു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഇപ്പോൾ സർക്കാരുമില്ല. ഞങ്ങളുടെ മരണം കൊണ്ട് അവരുടെ കണ്ണു തുറക്കുമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർ ഇനിയുമുണ്ട്.
ആ കണ്ണുകൾ അവർക്ക് വേണ്ടി തുറക്കട്ടെ. ഈ കത്തിൽ നിന്ന് വ്യക്തമാണ് ഈ സംഭവത്തിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെയെന്ന്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നേരെ സർക്കാർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ജോയൽ ജേക്കബ്.